ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നോമ്പ് തുറ സമയത്ത് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നോമ്പ് തുറ സമയത്ത് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ, അതായത് പൊരിപ്പ് വർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാത്തവരായി അധികം പേർ കാണുമല്ലോ. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ എണ്ണയില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കണ്ടേ. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു 200 ഗ്രാം ശർക്കര ഞാനൊന്ന് ആം, പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ശർക്കര നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്റ്റീൽ അരിപ്പയിൽ കൂടി നമുക്കൊരു കുഴിവുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതാ ശർക്കര മൊത്തം ഞാൻ അരിച്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അടുപ്പിലേക്ക് വെക്കാം. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാവ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണേ. എന്നിട്ട് ഒരു 3 നേന്ത്രപ്പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പഴുപ്പുള്ള പഴമായിരുന്നേ. ഇത് നെടുകെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കുറുകെ കൂടി ഒന്ന് മുറിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴുപ്പ് അധികം ഇല്ലാത്ത പഴമാണെങ്കിൽ ഒരു 4ആയിട്ട് കീറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ചതുരത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇത് നല്ല പഴുത്ത പഴമാകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് കിട്ടട്ടെ. ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഇത് നല്ലൊരു അത്യാവശ്യം പഴുപ്പുള്ള പഴമാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാവൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സമയം 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല രുചിക്കും ഫ്ലേവറിനും വേണ്ടി 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. കൂടുതലങ്ങ് വേവേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് നേരം ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പഴവും ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടിയെ നമ്മുടെ കുതിർത്ത് മെല്ലിൽ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അത് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ സമയം. അപ്പോൾ ഇതാ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. മാവ് ഒന്നും കൂടി ടൈറ്റ് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ശർക്കര പാവ് കാച്ചുന്ന സമയത്ത് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ശർക്കര പാവാക്കിയത്. അപ്പോൾ അത് വേണ്ട, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തേ. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1/2 കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ. ഞാൻ 1/4 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ലൂസായി കിട്ടിയത്. ഇപ്പോൾ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി കിട്ടിയേ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇതൊന്നും കൂടി ടൈറ്റാക്കി കിട്ടാൻ വേണ്ടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ടൈറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നേരം ഞാൻ ഇളക്കി കൊടുത്തേ. പഴം അധികം കുത്തി ഉടയ്ക്കാതെ പതുക്കെ ആണ് ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. കാരണം പഴം തീരെ അങ്ങ് ഉടഞ്ഞ് ചേരാൻ പാടില്ല. അവിടെ എവിടെയായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം. അപ്പോൾ നമ്മുടെ ഡോ ശരിയായേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പാനിൽ നിന്നൊക്കെ ഉരുണ്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇരുന്ന് തണുക്കട്ടെ. അപ്പോൾ 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കുഴച്ചെടുത്ത മാവ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇല എടുക്കാം. കുറച്ച് വാഴയില ഞാൻ കീറി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്ത ഇലയാണിത്. അപ്പോൾ ഒന്ന് തുടച്ചതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈവെള്ളയിൽ ഒതുങ്ങുന്നത്ര മാവെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഈ ഇലയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട്
രണ്ട് ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് നീട്ടിയെടുക്കണമേ. അപ്പോൾ മാവ് ഈ ഇലയുടെ ഭാഗം വെച്ച് നന്നായിട്ടൊന്ന് നീട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് തിരിച്ചും മടക്കിയെടുക്കുക. അപ്പോൾ ഒരു ബോക്സ് പോലെ ആയി കിട്ടും. ഇനി നമുക്ക് കൈവെള്ളയിൽ വെച്ച് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മാവൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാവേ. അടുത്തതൊന്നും കൂടി കാണിച്ചു തരാം. നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്നത്ര മാവെടുക്കുക. അത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇലയിൽ വെച്ചിട്ട് ആ ഇലയുടെ ഭാഗം വെച്ച് തന്നെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് നീട്ടിയെടുക്കുക. അതിനുശേഷം രണ്ടറ്റവും നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഇലയുടെ ഒരു ഭാഗം ഇതുപോലെ മടക്കുക. തിരിച്ച് അങ്ങോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള രണ്ടറ്റവും അകത്തോട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഒരു ബോക്സ് രൂപേണ കിട്ടും. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വയ്ക്കാം. അപ്പോൾ എല്ലാം ഞാൻ ശരിയാക്കി എടുത്തേ. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു അടിയിലുള്ളൊരു തട്ട് വെച്ചിട്ട് അതിൽ ഞാൻ ഉണ്ടാക്കിയ പലഹാരം മൊത്തവും നിരത്തി വെച്ചേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 25 മിനിറ്റോളം നമുക്കിത് ആവിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്കൊരു 25 മിനിറ്റ് അടുപ്പിൽ വെച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പ് തുറക്കാം. കണ്ടില്ലേ, ഞാൻ അടുപ്പിൽ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പലഹാരം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള എണ്ണയില്ലാത്ത പലഹാരങ്ങളൊക്കെ നോമ്പ് സമയത്ത് തയ്യാറാക്കിയെടുത്താൽ നമ്മുടെ വയറിനൊന്നും ഒരു കേടും സംഭവിക്കില്ല കേട്ടോ. എണ്ണ ഉപയോഗിക്കാതെ അധികം പേര് കാണും. നോമ്പ് തുറ സമയത്ത് പൊരിപ്പുവർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാത്തവരായിട്ട് കുറേ പേർ കാണും. അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലുള്ള കുറേ അധികം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇലയിൽ നിന്ന് ഇതൊന്ന് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ പലഹാരം നോക്കി കാണാൻ എത്ര നല്ല ഭംഗിയല്ലേ. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതീവ രുചിയാണ്. ആ പഴത്തിൻ്റെ പുളിപ്പും മധുരവും ഏലക്കയുടെ ഫ്ലേവറും നെയ്യുടെ രുചിയും എല്ലാം കൂടി ഒത്തിണങ്ങുമ്പോൾ അതീവ ടേസ്റ്റാണ് ഈ പലഹാരം കഴിക്കാൻ. കൊച്ചുമക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ പലഹാരം. പിന്നെ എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയെ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. വേവിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല മണമാണ്. അപ്പോൾ നമ്മുടെ പലഹാരം നോക്കിയേ, അവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇത് നമ്മൾ പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് ചവയ്ക്കുമ്പോൾ പഴമൊക്കെ അവിടെ എവിടെയായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ കാണാൻ വേണ്ടി ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം.